Next topic, orthonormal. A list of vectors is called orthonormal if each vector in V in the list has norm 1 and is orthogonal to all other vectors in the list. അതായത് നമ്മളിപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് കുറച്ച് വെക്റ്റേഴ്സ് ചൂസ് ചെയ്യാണ്. ആ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓർത്തോ നോർമൽ ആവാനുള്ള ചൂസ് ചെയ്യുന്ന വെക്റ്റേഴ്സ് ഓർത്തോനോമൽ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഓരോ വെക്റ്റേഴ്സിൻ്റെയും നോം എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അതുപോലെ തന്നെ ഓരോ വെക്റ്റേഴ്സും അതായത് രണ്ട് വെക്റ്റേഴ്സ് തമ്മിലുള്ള ഓർത്തോഗണൽ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതായത് ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻ എ പ്രൊഡക്റ്റ് ഓഫ് യു വി ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമ്മൾ യു ആൻഡ് വി ആർ ഓർത്തോഗണൽ എന്ന് പറയുന്നത്. Then the list of vectors are said to be orthonormal if orthogonal ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇന്ന പ്രൊഡക്റ്റ് ഓഫ് യു വി എടുക്കുമ്പോൾ 0 കിട്ടുമ്പോൾ വിൽ സേ ദാറ്റ് യു ആൻഡ് വി ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ നമ്മളൊരു ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുകയാണ്. ഈവൺ ഇ ടു എക്സ്ട്രാ ഇ എം എന്നുള്ള എം വെക്റ്റേഴ്സ് വിയിൽ നിന്ന് ചൂസ് ചെയ്യുകയാണ്. ഈ വെക്റ്റേഴ്സ് ഓർത്തോ നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ഇന്ന പ്രൊഡക്റ്റ് ഓഫ് ഇതിപ്പോൾ ഓരോ വെക്റ്റേഴ്സിൻ്റെ നോമിൻ്റെ വാല്യൂ 1 കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ നോം ഓഫ് വി സ്ക്വയർ ഈക്വൽ ടു 1 ആവാനുള്ള കണ്ടീഷൻ എന്താ? ഇന്ന പ്രൊഡക്റ്റ് ഓഫ് വി വി ഈക്വൽ ടു 0 ആവുക. സോറി, വി വി ഈക്വൽ ടു 1 കിട്ടുമ്പോഴാണ് നോം ഓഫ് വി സ്ക്വയർ അല്ലെങ്കിൽ നോം ഓഫ് വിയുടെ വാല്യൂ 1 ആവുന്നത്. അതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇന്ന പ്രൊഡക്റ്റ് ഓഫ് ഇ ജെ ആൻഡ് ഇ കെ ആർബിട്രറി ആയിട്ട് ജെ ആൻഡ് കെ ചൂസ് ചെയ്യാണ്. ആൻഡ് ഇഫ് ജെ ഈക്വൽ ടു കെ ദെൻ ദി വാല്യൂ വിൽ ബി 1. അതായത് ഇ ജെ വരുമ്പോഴാണ് ഇന്ന പ്രൊഡക്റ്റ് ഓഫ് ഇ ജെ കിട്ടുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്. അതായത് നോം ഓഫ് ഇ ജെയുടെ വാല്യൂ ആണ് 1. ഓക്കെ, ഇനി സിമിലർ വെക്റ്റേഴ്സ് അല്ല ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇന്ന പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടണം? 0 കിട്ടണം. അതാണ് ഈസ് ഓർത്തോഗണൽ ടു ഓൾ ദി വെക്റ്റേഴ്സ് ഷുഡ് ബി ഓർത്തോഗണൽ എന്ന് പറയുന്നത്. മറ്റ് വെക്റ്റേഴ്സ് ആയിട്ട് അത് എന്തായിരിക്കണം? ഓർത്തോഗണൽ ആവണം. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിന് നമ്മളൊരു ജസ്റ്റ് ഒരു ഇക്വേഷൻ ഫോമാറ്റിലേക്ക് മാറ്റി നിർത്തിയേ ഉള്ളൂ. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓർത്തോനോമൽ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അത് ഓരോ വെക്റ്റേഴ്സിൻ്റെ നോമിൻ്റെ വാല്യൂ 1 ആയിരിക്കണം. അതുപോലെ തന്നെ ഓൾ ദി വെക്റ്റേഴ്സ് ഷുഡ് ബി ഓർത്തോഗണൽ ടു ഈച്ച് അതർ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ദി സ്റ്റാൻഡേർഡ് ബേസിസ് ഇൻ F3 ഈസ് ആൻ ഓർത്തോനോമൽ ലിസ്റ്റ്. അതായത് FN എന്നുള്ള സ്റ്റാൻഡേർഡ് ബേസിസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്റ്റാൻഡേർഡ് ബേസിസിലെ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായാലും ഓർത്തോനോമൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ FN-ൻ്റെ കേസ് നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ F3 അതായത് 3 ഡയമെൻഷണൽ ആയിട്ടുള്ളത് എടുക്കുകയാണ്. N ഈക്വൽ ടു 3. അതായത് എല്ലാത്തിനും N എന്നുള്ളതിൽ എല്ലാത്തിനും സാറ്റിസ്ഫൈ ചെയ്യും. F2 F3 F4 F5 എല്ലാത്തിനും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ ആർബിട്രറി ആയിട്ട് F3 ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ F3 സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുന്നതാണ് 1 0 0 0 1 0 0 0 1. ഇനി ഓർത്തോനോമൽ ലിസ്റ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താ? എല്ലാത്തിൻ്റെ നോമിൻ്റെ വാല്യൂ 1 ആയിരിക്കണം. അപ്പം നോം ഓഫ് 1 0 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇന്ന പ്രൊഡക്റ്റ് ഓഫ് 1 0 0 1 0 0. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്ന പ്രൊഡക്റ്റ് ഓഫ് Z1 Z2 യൂക്ലിഡിയൻ്റെ നോം എന്ന് പറയുന്നത് Z1 Z2 Zn എന്ന് പറയുന്നത് എന്ത് വരും? റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് Z1 സ്ക്വയർ പ്ലസ് എക്സ്ട്രാ Zn സ്ക്വയർ. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. സോ വാല്യൂ എന്ന് പറയുന്നത് 1 വരും. സിമിലർലി നോം ഓഫ് 0 1 0 എന്ന് പറയുന്നത് 1 വരും. ഓൾസോ നോം ഓഫ് 0 0 1 എന്ന് പറയുന്നത് 1. അത് ഞാനിവിടെ വിട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ അപ്പോൾ എല്ലാത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോം എന്ന് പറയുന്നത് 1 വന്നു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഓരോ വെക്റ്റേഴ്സും ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ഇന്ന പ്രൊഡക്റ്റ് ഓഫ് 1 0 0 0 0 1 എന്നുള്ളത് 0 1 0 എന്നുള്ളത് എന്ത് വരും? കറസ്പോണ്ടിങ് രണ്ട് ടേംസിൻ്റെ ഇന്ന പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ യൂക്ലിഡിയൻ നോമാണ്. FN എന്ന് പറയുന്നത് യൂക്ലിഡിയൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് വെക്റ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദീസ് വെക്റ്റേഴ്സ് 1 0 0 ആൻഡ് 0 1 0 ആർ ഓർത്തോഗണൽ. Similarly, in a product of 0 1 0 0 0 1 will also 0, so they are orthogonal. Similarly, 0 0 1 and 1 0 0 are orthogonal to each other. So നമുക്ക് ഇപ്പോൾ കിട്ടിയ F3 എന്നുള്ള ബേസിസിൽ എല്ലാ വെക്റ്റേഴ്സിൻ്റെയും നോം വാല്യൂ 1 ആണ്. അതുപോലെ തന്നെ എല്ലാ വെക്റ്റേഴ്സും ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആണ്. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദി സ്റ്റാൻഡേർഡ് ബേസിസ് ഇൻ F3 ഈസ് ആൻ ഓർത്തോനോമൽ ലിസ്റ്റ്.
അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് ചൂസ് ചെയ്ത പോലെ തന്നെ വേറെ 2 വെക്റ്റേഴ്സ് F3യിൽ നിന്ന് എടുത്തിട്ട് അത് ഓർത്തോനോമൽ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ 2 വെക്റ്റേഴ്സ് F3യിൽ നിന്ന് എടുത്തേക്കാണ് 1/√3, 1/√3, 1/√3 ആൻഡ് ദി അതർ വെക്റ്റർ ഈസ് -1/√2 ആൻഡ് -1/√2 0. ഇത് ഓർത്തോനോമൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എല്ലാത്തിൻ്റെയും നോം വാല്യൂ എന്ത് കിട്ടണം? 1 കിട്ടണം. സോ നോം ഓഫ് 1/√3, 1/√3, 1/√3 എന്നുള്ളത് എന്ത് വരും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √1/3 പ്ലസ് 1/3 പ്ലസ് 1/3 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടി. സിമിലർലി നോം ഓഫ് 1/√2, 1/√2 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 തന്നെയാണ് കിട്ടുന്നത്. അതായത് കറസ്പോണ്ടിങ് വെക്റ്റേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എടുക്കുക, ദെൻ വി വിൽ ഗെറ്റ് ദി നോം വാല്യൂ. സിമിലർലി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും ഓർത്തോഗണൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന പ്രൊഡക്റ്റ് ഓഫ് 1/3, 1/3, 1/3 2 മൈനസ് 1/√2, 1/√2 0 എന്ന് പറയുന്നത് എന്തിനാണ്? കറസ്പോണ്ടിങ് ഫസ്റ്റ് കോർഡിനേറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് കോർഡിനേറ്റ് ആൻഡ് തേർഡ് കോർഡിനേറ്റ്. ഇതിപ്പോൾ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആ ബാർ എടുക്കാത്തത്. ഇപ്പോൾ W1 Z1 ബാർ എന്ന് പറഞ്ഞില്ലേ, അത് റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് അതിൻ്റെ കോൺജുഗേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാത്തത്. റിയൽ നമ്പേഴ്സിൻ്റെ കോൺജുഗേറ്റ് വാല്യൂ എന്ന് പറയുന്നത് സെയിം തന്നെ ആയതുകൊണ്ട്. അപ്പോൾ 1/√3 ഇൻറ്റു മൈനസ് 1/√2 പ്ലസ് 1/3 ഇൻറ്റു 1/√2 പ്ലസ് 1/√3 ഇൻറ്റു 0. അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 0 കിട്ടും. ആൻഡ് ദീസ് വെക്റ്റേഴ്സ് ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആൻഡ് ഇറ്റ് സെൽഫ് ഹാസ് all the vectors has norm 1. Hence we can say that this list is an orthonormal list in F3. ഒരു ഹോംവർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ 3 വെക്റ്റേഴ്സ് F3യിൽ നിന്നെടുത്ത വേറെ വെക്റ്റേഴ്സ് ആണ്. ഇതും ഓർത്തോനോമൽ ലിസ്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഒരു റിസൾട്ടാണ്. ഇഫ് E1, E2, etc. EM ഈസ് ആൻ ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ എ വെക്റ്റർ സ്പേസ് V, then norm of A1, E1 plus A2, E2 plus etc. AM, EM all the whole square will be equal to modulus of A1 square plus etc. modulus of AM square, where A1, A2, etc. AM are the scalars from the field F. നമ്മളൊരു വെക്റ്റർ സ്പേസും ഒരു ഫീൽഡും കൺസിഡർ ചെയ്യാണ്. ഈ വെക്റ്റർ സ്പേസിലെ ഒരു M വെക്റ്റേഴ്സിന് ചൂസ് ചെയ്യാണ്, E1, E2, etc. EM. ആൻഡ് ഈ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓർത്തോനോമൽ ആണ്. ഓർത്തോനോമൽ എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്താ? എല്ലാത്തിൻ്റെയും നോമിൻ്റെ വാല്യൂ 1 ആണ്. ഓൾസോ ദേ ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ നോം ഓഫ് A1, E1, E2, etc. EM എന്നുള്ള വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. A1, E1 പ്ലസ് etc. AM, EM. അതിൻ്റെ നോം, ആ ലീനിയർ കോമ്പിനേഷൻ ചെയ്ത് കിട്ടുന്ന ആ വെക്ടറിൻ്റെ നോമിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദി മോഡുലസ് സ്ക്വയർ ഓഫ് ദി മോഡുലസ് വാല്യൂ ഓഫ് ഈച്ച് വെക്ടേഴ്സ് ആൻഡ് സം ഓഫ് ദി മോഡുലസ് values of squares of the modulus values of each scalars in the linear combination. അതായത് this value will be equal to ഓരോ സ്കെയിലാസിൻ്റെയും കൂടി മോഡുലസിൻ്റെ സ്ക്വയർ എടുത്തിട്ട് സം ചെയ്യുന്നതിനോട് ഈക്വലൻ്റ് ആയിരിക്കും. മോഡുലസ് ഓഫ് A1 സ്ക്വയർ പ്ലസ് എക്സ്ട്രാ മോഡുലസ് ഓഫ് AM ദി ഹോൾ സ്ക്വയർ ആയിരിക്കും. കാരണം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ E1 എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് പറഞ്ഞേ? ഓർത്തോനോമലാന്ന് പറഞ്ഞു. സോ അതിൻ്റെ നോം എന്തായിരിക്കും? നോമിൻ്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഓക്കെ. Next one is also a proposition. Every orthonormal list of vectors is linearly independent. അതായത് ഏതൊരു ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് കൺസിഡർ ചെയ്തതും അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താ? ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ സ്കേലാസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു ഓർത്തോനോമൽ ലിസ്റ്റ് കൺസിഡർ ചെയ്യാണ് ഫ്രോം ദി വെക്റ്റർ സ്പേസ് V. ആ വെക്റ്റർ സ്പേസിൽ വിയിൽ എടുക്കുന്ന ഓർത്തോനോമൽ ലിസ്റ്റ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. So suppose E1, E2, etc. EM is an orthonormal list of vectors in the vector space V. We are considering an orthonormal list from the vector space V as E1, E2, etc. EM. And choosing M vectors, M scalars from the field F as A1, A2, etc. AM. Now we are considering the linear combination equal to 0. സ്കെയിലാസിൻ്റെയും ഈ വെക്റ്റേഴ്സിൻ്റെയും കൂടെയുള്ള ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആണെന്ന് ഇക്വേറ്റ് ചെയ്യാണ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ സ്കെയിലാസിൻ്റെ വാല്യൂ A1, A2, etc. AMൻ്റെ വാല്യൂ 0 ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ A1, A2, etc. AM അതായത് ഈ ലീനിയർ കോമ്പിനേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നോം എടുക്കുകയാണ്. അപ്പോൾ ഒരു വെക്ടർ 0 ആണെങ്കിൽ അതിൻ്റെ നോം വാല്യൂ എന്തായിരിക്കും? ഓൾറെഡി 0 ആയിരിക്കും. കാരണം എന്താ? ഒരു വെക്ടറിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ അതായത് നോം ഓഫ് V വിൽ ബി ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി V ഈക്വൽ ടു 0. അതാണ് നോമിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ നോക്കിയിരുന്നത്.
അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോം ഓഫ് A1 E1 പ്ലസ് എക്സ്ട്രാ AM EM ഈസ് ഓൾസോ ഈക്വൽ ടു 0. ആ നോമിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയറിൻ്റെ വാല്യൂം 0 ആയിരിക്കില്ലേ? അതാണ് ഇവിടെ നോം ഓഫ് A1 E1 പ്ലസ് എക്സ്ട്രാ AM EM ഓൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഈ എബവ് റിസൾട്ട്, നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ഈ റിസൾട്ട് ഒന്ന് അപ്ലൈ ചെയ്യാണ്. ഈ വാല്യൂ വിൽ ബി ഈക്വൽ ടു എന്താണ്? മോഡുലസ് ഓഫ് A1 സ്ക്വയർ പ്ലസ് എക്സ്ട്രാ മോഡുലസ് ഓഫ് AM സ്ക്വയർ. അപ്പോൾ ഇതിന് പകരം ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. സോ വി ഗെറ്റ് മോഡുലസ് ഓഫ് A1 സ്ക്വയർ പ്ലസ് എക്സ്ട്രാ മോഡുലസ് ഓഫ് AM സ്ക്വയർ ഈക്വൽ ടു 0. ഇനി ഇതെല്ലാം എന്താണ്? സ്കെയിലാർ വാല്യൂസ് ആണ്. അപ്പോൾ സ്കെയിലാർ വാല്യൂസ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുന്നു. അതെടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു നമ്പറിന്, അതായത് ഒരു സ്കെയിലാർ ആർബിട്രറി ആയിട്ട് ഏതെങ്കിലും റിയൽ നമ്പർ ചൂസ് ചെയ്യാണ്. ആ റിയൽ നമ്പറിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പോസിറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുക. അതിൻ്റെ സ്ക്വയർ എടുത്താലും നമുക്കൊരു പോസിറ്റീവ് നമ്പർ തന്നെയായിരിക്കും കിട്ടുക. അതായത് ഈ A1 സ്ക്വയർ പ്ലസ് എക്സെട്രാ AM സ്ക്വയർ എന്ന് പറയുന്നത് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ ഇവ തമ്മിലൊന്നും ക്യാൻസൽ ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഇല്ല. അതായത് A1 എന്ന് പറയുന്നത് ഒരിക്കലും AN എന്നുള്ളൊരു ടേമിനോട് അല്ലെങ്കിൽ A2 എന്നുള്ളൊരു ടേമിനോട് ഇക്വലൻ്റ് ആവില്ല. കാരണം അതെല്ലാം എന്തായിരിക്കും? പോസിറ്റീവ് ടേംസ് ആയിരിക്കും. ഇക്വലൻ്റ് ആവും. അതായത് ഒന്നിൻ്റെ നെഗറ്റീവ് വന്നാലേ നമുക്ക് പിന്നെയും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്യാനുള്ള പോസിബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്. ഈ പോസിറ്റീവ് വാല്യൂസിൻ്റെ എല്ലാത്തിൻ്റെ സ്ക്വയേഴ്സ് ഈക്വൽ ടു 0 ആവണമെന്നുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ഈ വാല്യൂസ് എല്ലാം എന്തായാലും പറ്റുള്ളൂ? 0 ആയാലേ പറ്റുള്ളൂ. അപ്പോൾ A1 എന്ന് പറയുന്നത് 0 ആയാലാണ് 0 സ്ക്വയർ പ്ലസ് എക്സെട്രാ 0 സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ആ എല്ലാ സ്കെയിലാസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. സോ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 സച്ച് ദാറ്റ് ഓൾ ദി സ്കെയിലാസ് ആർ 0 എന്ന് കിട്ടി. ദസ് ദി വെക്ടേഴ്സ് E1 E2 extra EM are linearly independent. So we can say that every orthonormal list of vectors in a vector space is linearly independent. Next, orthonormal basis. An orthonormal basis of a vector space V is an orthonormal list of vectors in V that is also a basis of V. ഒരു ഓർത്തോനോമൽ ബേസിസ്, ഒരു വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോനോമൽ ബേസിസ് എന്ന് പറയുന്നത്, ആ ബേസിസിലെ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഓർത്തോനോമൽ ലിസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഓർത്തോനോമൽ എന്ന് പറയുമ്പോൾ ഓരോ വെക്റ്റേഴ്സിൻ്റെ നോം വാല്യൂ ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് ഓൾ ദി വെക്റ്റേഴ്സ് ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. ആ കണ്ടീഷൻസ് സാറ്റ് ചെയ്യുന്ന കുറച്ച് ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ആയിരിക്കും. അത് ഇറ്റ്സെൽഫ് ഒരു ബേസിസ് ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ആ ഓർത്തോനോമൽ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബേസിസ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ഓർത്തോനോമൽ ലിസ്റ്റ് ഈസ് എ ഓർത്തോനോമൽ ബേസിസ് ഫോർ ദി വെക്റ്റർ സ്പേസ് വി. ഓക്കെ, അതായത് ഒരു വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോനോമൽ ബേസിസ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഒരു ഓർത്തോനോമൽ ലിസ്റ്റ് ആയിരിക്കും. അതൊരു ബേസിസ് കൂടെ ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ആ ഓർത്തോനോമൽ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, എവരി ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അതുപോലെ തന്നെ ആ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആ ഓർത്തോനോമൽ ലിസ്റ്റ് ആ വെക്റ്റർ സ്പേസിനും കൂടി സ്പാൻ ചെയ്യാണ്. അപ്പോൾ സ്പാനിങ് കണ്ടീഷനും ലീനിയർലി ഇൻഡിപെൻഡൻറ്റും സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു ബേസിസ് ആണെന്ന് പറയാൻ പറ്റില്ലേ. സോ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഓൾറെഡി നമ്മുടെ പ്രിപ്പോസിഷനിലുണ്ട്. അത് എന്തായാലും സ്പാനും ചെയ്യും, ആ വെക്റ്റർ സ്പേസിന് സ്പാൻ കൂടി ചെയ്യും. സോ ആ ഓർത്തോനോമൽ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബേസിസ് ആയിട്ട് മാറും. ദെൻ ദാറ്റ് ബേസിസ് ക്യാൻ ബി നെയിംഡ് ആസ് ഓർത്തോനോമൽ ബേസിസ് ഫോർ ദി വെക്റ്റർ സ്പേസ് വി. അതാണ് ഓർത്തോനോമൽ ബേസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർത്തോനോമൽ ബേസിസ് എന്ന് പറയുന്നത് ഒരു ബേസിസ് തന്നെയായിരിക്കും, വിച്ച് ഈസ് ഓൾസോ എ ഓർത്തോനോമൽ ലിസ്റ്റ് ഫോർ ദി വെക്റ്റർ സ്പേസ്. Next one is the result. Every orthonormal list of vectors in a vector space V with a length of dimension V is orthonormal basis for the vector space V. അപ്പോൾ നമ്മളൊരു വെക്റ്റർ സ്പേസ് വിയിൽ നിന്ന് ഒരു ഓർത്തോനോമൽ ലിസ്റ്റ് കൺസിഡർ ചെയ്യാണ്. ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ്, കുറച്ച് ഓർത്തോനോമൽ ആയിട്ടുള്ള കുറച്ച് വെക്റ്റേഴ്സിന് ചൂസ് ചെയ്യാണ്. എത്ര വെക്റ്റേഴ്സിന് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്താണോ അത്രയും വെക്റ്റേഴ്സിന് നമ്മൾ ചൂസ് ചെയ്യും. ഇപ്പോൾ ഡയമെൻഷൻ വി എന്ന് പറയുന്നത് 3 ആണെന്നുണ്ടെങ്കിൽ 3 ഓർത്തോനോമൽ വെക്റ്റേഴ്സ്, ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ചൂസ് ചെയ്യുന്ന 3 വെക്റ്റേഴ്സ് ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ആണ്, ഹാവിങ് ദി സെയിം ഡയമെൻഷൻ ഓഫ് ദി വെക്റ്റർ സ്പേസ് വി. ദെൻ ഇറ്റ്സെൽഫ് അതെന്തായാലും ഒരു ഓർത്തോനോമൽ ബേസിസ് ആയിരിക്കും. അതാണ് ഈ റിസൾട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഓർത്തോനോമൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ദി ഡയമെൻഷൻ ഓഫ് ദി വെക്റ്റർ സ്പേസ് ആണെങ്കിൽ അത് എന്തായാലും ബേസിസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു എവരി ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു ദി വെക്റ്റർ സ്പേസ് ആണെങ്കിൽ, അതായത് നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ഈസ് ഈക്വൽ ടു ദി വെക്റ്റർ സ്പേസ് ആണെങ്കിൽ ദെൻ ഇറ്റ്സെൽഫ് അത് എന്തായാലും സ്പാനും കൂടി ചെയ്യും. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ ബേസിസ് ഫോർ ദി വെക്റ്റർ സ്പേസ്.
ഈ റിസൾട്ടിൻ്റെ ബേസിസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഷോ ദാറ്റ് ദീസ് ഫോർ വെക്റ്റേഴ്സ് ഈസ് ആൻ ഓർത്തോനോർമൽ ബേസിസ് ഫോർ ദി വെക്റ്റർ സ്പേസ് F4. വെക്റ്റർ സ്പേസ് F4ൽ ഒരു 4 വെക്റ്റേഴ്സാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഈ 4 വെക്റ്റേഴ്സും ഈ F4 എന്നുള്ള വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓർത്തോനോർമൽ ബേസിസ് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർത്തോനോർമൽ ബേസിസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് കാണിച്ചാൽ മതി? ഇപ്പോൾ ഇവിടുത്തെ ഡയമെൻഷൻ നോക്കി, ഈ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 4 ആണ്. ഇവിടുത്തെ നമ്പർ ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്. സോ ഇത് ഒരു ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ആണെന്ന് മാത്രം കാണിച്ചാൽ പോരെ. അപ്പോൾ ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡയമെൻഷനോട് ഇക്വലൻ്റ് ആവുകയാണെങ്കിൽ അത് ഒരു ഓർത്തോനോർമൽ ബേസിസ് ആവും. അപ്പോൾ ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദാറ്റ് ദീസ് 4 വെക്റ്റേഴ്സ് ആർ ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഫോർ ദി വെക്റ്റർ സ്പേസ് F4 എന്ന് മാത്രം കാണിച്ചാൽ മതി. ഇനി ഇത് ഓർത്തോനോർമൽ വെക്റ്റേഴ്സ് ആണെന്ന് കാണിക്കാനായിട്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഓരോ വെക്റ്ററിൻ്റെയും നോം വാല്യൂ എന്ന് പറയുന്നത് 1 ആണെന്നും അതുപോലെ തന്നെ ഈ ഓരോ വെക്റ്റേഴ്സും ഓർത്തോഗണൽ ടു ഈച്ച് അതർ ആണെന്നും കാണിച്ചാൽ മതി. 2 കണ്ടീഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആ ഓരോ വെക്റ്റേഴ്സിൻ്റെ നോം വാല്യൂ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നോം ഓഫ് 1/2 1/2 1/2 1/2 എന്നുള്ളത് എന്ത് വരും? റൂട്ട് ഓഫ് 1/2 ദി ഹോൾ സ്ക്വയർ. ഇതിന് Z1 Z2 Z3 Z4 എന്ന് എടുക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് Z1 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ പ്ലസ് Z3 സ്ക്വയർ പ്ലസ് Z4 സ്ക്വയർ. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് 1 കിട്ടും. അതുപോലെ തന്നെ ബാക്കി എല്ലാ വെക്റ്റേഴ്സിൻ്റെയും സിമിലർ വേയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് നോം വാല്യൂ എന്ന് പറയുന്നത് 1 കിട്ടി. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താ നോക്കേണ്ടത്? ഇത് തമ്മിലുള്ള ഓർത്തോഗണൽ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. ഓർത്തോഗണൽ ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഓരോ രണ്ട് വെക്റ്റേഴ്സും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് 0 കിട്ടുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദോസ് 2 വെക്റ്റേഴ്സ് ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. നമ്മൾ ഈ ഫസ്റ്റ് 2 വെക്റ്റേഴ്സ് നോക്കുകയാണ്, അതിന് ഇന്നർ പ്രൊഡക്റ്റ് വാല്യൂ നോക്കാം. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കാൻ യൂക്ലിഡിയൻ സ്പേസിൽ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കാൻ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് കോർഡിനേറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ 1 × 1/2 പ്ലസ് 1/2 × 1/2 പ്ലസ് 1/2 × -1/2 പ്ലസ് 1/2 × -1/2. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂ 0 എന്ന് കിട്ടി. സിമിലർലി ഈ ഇത് ഓരോന്നും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 0 കിട്ടും. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഗിവൺ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ആർ ഓർത്തോനോർമൽ. സോ from the above result we can say that they are orthonormal basis because we have an orthonormal list of vectors of length 4 in the 4-dimensional vector space F4. So the given list of vectors are orthonormal basis for the vector space F4. ഇനി ഒരു റിസൾട്ട് ആണ്. Suppose even E2 extra En is an orthonormal basis for the vector space V and V is an element for the vector space V, then V can be written as like this and the norm square value of V will be also equal to this. അതായത് നമ്മളൊരു ഓർത്തോനോർമൽ ബേസിസ് ഒരു വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓർത്തോനോർമൽ ബേസിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ എഴുതാൻ സാധിക്കും. ആർബിട്രറി ആയിട്ട് നമ്മൾ ഏതൊരു വെക്ടർ വിയിൽ നിന്ന് ചൂസ് ചെയ്താലും അതിനെ ഈ E1 E2 എക്സെട്ര ENൻ്റെ ഈ ഒരു ഫോമിൽ എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ ആ വിയുടെ നോം നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുന്ന ആ വെക്ടറിൻ്റെ നോമിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ ഒരു ഫോമാറ്റിൽ എഴുതാൻ പറ്റും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ. ആക്ച്വലി ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് നമ്മളൊരു ഓർത്തോനോർമൽ ബേസിസ് എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓർത്തോനോർമൽ ഒരു വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർത്തോനോർമൽ ബേസിസ് വെക്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു ഒരു വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓർത്തോനോർമൽ ബേസിസ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ ഓർത്തോനോർമൽ ബേസിസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആക്ച്വലി നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് വേണം. ആ ഓർത്തോനോർമൽ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷനോട് ഇക്വലൻ്റ് ആണെങ്കിൽ അതൊന്നും ആ ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഓർത്തോനോർമൽ വെക്റ്റേഴ്സ് തന്നെ എന്തായിരിക്കും? ഒരു ബേസിസ് ആയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു റിസൾട്ടായിട്ട് ലാസ്റ്റത്തെ റിസൾട്ടിൽ പറഞ്ഞത്. അപ്പോൾ ആ റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് ആ ഓർത്തോനോർമൽ വെക്റ്റേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര വെക്റ്റേഴ്സ് ആണോ, അതായത് ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എത്രയാണോ അത്രയും വെക്റ്റേഴ്സ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദി ഓർത്തോനോർമൽ ബേസിസ് ഫോർ ദി ഗിവൺ വെക്റ്റർ സ്പേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് ഓർത്തോനോർമൽ വെക്റ്റേഴ്സിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ത്രൂ ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ദി ഓർത്തോനോർമൽ ബേസിസ് ഫോർ ദി ഗിവൺ വെക്റ്റർ സ്പേസ്. സോ ഇനി ആ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. സപ്പോസ് V1 V2 എക്സ്ട്രാ Vm ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ ദി വെക്റ്റർ സ്പേസ് V.
ആദ്യം തന്നെ നമ്മളൊരു വെക്റ്റർ സ്പേസിൻ്റെ ആ തന്നിരിക്കുന്ന വെക്റ്റർ സ്പേസ് ഇപ്പോൾ വി എന്നുള്ളൊരു വെക്റ്റർ സ്പേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കൺസിഡർ ചെയ്യുക. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായിട്ട് V1 V2 എക്സെട്ര Vmനെ എടുത്തു. ഇനി ഫസ്റ്റത്തെ ഓർത്തോനോമൽ വെക്ടറിനെ നമ്മൾ E1 എന്ന് എടുക്കാമെന്ന് വിചാരിക്കുക. ദെൻ ദി വാല്യൂ ഓഫ് E1 വിൽ ബി ഈക്വൽ ടു V1 ബൈ നോം ഓഫ് V1. ഫസ്റ്റത്തെ ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സിലെ ഫസ്റ്റത്തെ വെക്ടർ എടുക്കുക ബൈ ഇറ്റ്സ് നോം ആയിരിക്കും ഫസ്റ്റത്തെ ഓർത്തോനോമൽ വെക്ടർ ഫോർ അവർ വെക്ടർ സ്പേസ് ഗിവൺ വെക്ടർ സ്പേസ്. ദെൻ സിമിലർലി അടുത്ത വെക്ടേഴ്സ് ഇനിയും ബാക്കിയുള്ള എല്ലാ വെക്ടേഴ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളൊരു ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ m വെക്ടേഴ്സിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2, 3 അപ് ടു m വരെയുള്ള വെക്ടേഴ്സിന് നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ j ഈക്വൽ ടു 2 എന്ന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V2 മൈനസ് V2 E1 ഇൻറ്റു E1 ബൈ ആ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത് ആ ന്യൂമറേറ്ററിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അതിൻ്റെ ഡിനോമിനേറ്ററിൽ നോമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആ ഓർത്തോനോമൽ വെക്ടർ എന്താണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഇന്നർ പ്രൊഡക്റ്റ് നമുക്ക് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ടാകും. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ബാക്കിയുള്ള വെക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ E1 E2 എക്സ്ട്രാ EM എന്നുള്ളത് ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് ഇത് ഈ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ദി വെക്ടർ സ്പേസിനോട് ഈക്വലൻ്റ് ആണെങ്കിൽ വി ക്യാൻ ഈസിലി ഫൈൻഡ് ദി ഓർത്തോനോമൽ ബേസിസ്. ഇനി ഒരു പ്രോബ്ലം വെച്ചിട്ട് പറയുമ്പോൾ അത് ഈ E2 E3 ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാവും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. Find the orthonormal basis for the vector space P2 of R where the inner product is given by inner product of PQ equal to integral minus 1 to 1 P of x into Q of x dx. ഓക്കെ, നമുക്ക് P2 of R എന്നുള്ളൊരു വെക്റ്റർ സ്പേസ് തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓർത്തോനോമൽ ബേസിസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിന് ഈ P2 of R കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്ത് തന്നേക്കുന്നത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് PQ ഈക്വൽ ടു ഇൻറ്റഗ്രൽ മൈനസ് 1 to 1 P of x ഇൻറ്റു Q of x dx. ഈ P2 of R നിന്ന് രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ ഒരു ഫോം ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ആ ഇന്നർ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തോനോമൽ ബേസിസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വലി എന്ത് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ യൂസ് ചെയ്യാൻ നമുക്ക് ആദ്യം തന്നെ എന്ത് വേണം, തന്നിരിക്കുന്ന വെക്റ്റർ അല്ലെങ്കിൽ നമുക്ക് ആ ഓർത്തോനോമൽ ബേസിസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ വെക്റ്റർ സ്പേസിൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് നമ്മൾ ആദ്യം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് നമ്മുടെ P2 of R സ്റ്റാൻഡേർഡ് ബേസിസ് കൺസിഡർ ചെയ്യുകയാണ്. സ്റ്റാൻഡേർഡ് ബേസിസ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1 x x സ്ക്വയർ. ബേസിസ് എന്ന് പറയുന്നത് എന്താ? ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും സ്പാനും ആയിരിക്കും. അപ്പോൾ അത് ബേസിസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. ഇനി നമുക്കിവിടെ ഓർത്തോനോമൽ ബേസിസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക? ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ P2 of R ഡയമെൻഷനോട് ഈക്വലൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഓർത്തോനോമൽ വെക്ടേഴ്സ് എന്ത് തന്നെയാവും? ഓർത്തോനോമൽ ബേസിസ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ P2 of R ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഓർത്തോനോമൽ വെക്ടേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഡയമെൻഷനും ആ നമ്പർ ഓഫ് ഓർത്തോനോമൽ വെക്ടേഴ്സും ഈക്വലൻ്റ് ആയതുകൊണ്ട് അത് ബേസിസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് 3 ഓർത്തോനോമൽ വെക്ടേഴ്സിനെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ. ഫസ്റ്റത്തെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായിട്ട് വെക്ടേഴ്സായിട്ട് 1 x x സ്ക്വയർ എടുക്കുക. എന്നിട്ട് V1 ആയിട്ട് x എടുക്കുക, V1 ആയിട്ട് 1 എടുക്കുക, V2 ആയിട്ട് x എടുക്കുക, V3 ആയിട്ട് x സ്ക്വയർ എടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ വെക്ടറിന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? E1 ഈക്വൽ ടു V1 ബൈ നോം ഓഫ് V1. ഇവിടുത്തെ V1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 1 ആണ്. ആൻഡ് ഫസ്റ്റത്തെ വെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ E1 ഈക്വൽ ടു V1 ബൈ നോം ഓഫ് V1. അപ്പോൾ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നോം ഓഫ് V1 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോം ഓഫ് 1 സ്ക്വയർ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ റൂട്ട് എടുക്കുകയാണെങ്കിൽ നോം 1 കിട്ടും. അപ്പോൾ നോം വിയുടെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് VV. അപ്പോൾ നോം VD ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് VV. അപ്പോൾ നമുക്ക് നോം 1 സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വരും? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 1 എന്ന് വരും. വിയുടെ സ്ഥാനത്ത് നമ്മൾ 1 എടുക്കുക. ദെൻ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് PQ എങ്ങനെ ഡിഫൈൻ ചെയ്ത് തന്നേക്കുന്നത്? അതായത് P2 of R നിന്ന് നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു വെക്ടർ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ PQ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ മൈനസ് 1 to 1 P of x ഇൻറ്റു Q of x. അതായത് ആ വെക്ടറിനെ നമ്മൾ ചൂസ് ചെയ്യുന്ന വെക്ടറിനെ
പോളിനോമിയൽ ആയിട്ട് എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 എന്നുള്ളത് ആക്ച്വലി എന്ത് ചെയ്യുക, കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ അല്ലേ. അപ്പോൾ 1 × 1 എന്ന് വരും. അപ്പോൾ പിയും 1 ആണ്, ഇവിടെ ക്യൂവും 1 ആണ്. അപ്പോൾ ഇവിടെ ഇക്വേഷനിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്, ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ 1 എന്ന് വന്നു. ഡി എക്സ്, സോ ഇൻ്റഗ്രൽ -1 to 1 1 സ്ക്വയർ, 1ന് ഔട്ട് സൈഡ് എടുക്കുക, അല്ലെങ്കിൽ 1 × dx എന്ന് പറയുന്നത് dx തന്നെയല്ലേ. ദെൻ ഇൻ്റഗ്രൽ dx എന്ന് പറയുന്നത് എക്സ് ആണ്. 1ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ടു ദി ലിമിറ്റ് -1 to 1. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 1 മൈനസ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സിന് ആദ്യം 1 കൊടുക്കുക, 1 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ, -1. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, അങ്ങനെയാണ് ഇവിടെ 2 വരുന്നത്. അപ്പോൾ നമുക്ക് നോം ഓഫ് 1 സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ നോം 1ൻ്റെ വാല്യൂ എന്ത് വരും, അതിൻ്റെ റൂട്ട് എടുത്താൽ പോരെ. അപ്പോൾ √2. സോ E1ൻ്റെ വാല്യൂ എന്ത് വരും, v എന്ന് പറയുന്നത് 1 ആണ്, നോം ഓഫ് v1 എന്ന് പറയുന്നത് √2 ആണ്. സോ 1/√2. E1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/√2 കിട്ടി. അപ്പോൾ ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്ടറിലെ ഫസ്റ്റ് വെക്ടർ ആയിട്ടുള്ള E1നെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് E2നെയും E3നെയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാം സ്മിത്ത് പ്രൊസീജിയറിലെ ആ EJ മുതലുള്ള, അതായത് ആർബിട്രറി ആയിട്ട് സെക്കൻഡ് കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതല്ലേ. അപ്പോൾ ഈ J ആയിട്ട് എന്തെടുക്കുക, 2 എന്ന് എടുക്കുക. അപ്പോൾ E2 എന്ന് പറയുന്നത് എന്ത് വരും, E2 വിൽ ബി ഈക്വൽ ടു J ആയിട്ട് 2 എടുക്കുക. ഓക്കെ, അപ്പോൾ V2 മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് V2 E1 ഇൻറ്റു E1. ഇനി എവിടെ വരെ പോകേണ്ടത്, ഈ EJ -1 വരെ പോവുക, ജെയിൽ നിന്ന് -1 വരെയുള്ള വാല്യൂസ്. അപ്പോൾ EJ -1 എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇവിടെ EJ -1 എന്ന് പറയുന്നത്, J എന്ന് പറയുന്നത് എന്താ ഇവിടെ 2. അപ്പോൾ 2 - 1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ E1 വരെ പോയാൽ മതി. ഇനി E2 എന്ന് പറയുമ്പോൾ എന്ത് വരും, J -1 വരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം. അപ്പോൾ J -1 എന്ന് പറയുന്നത് J = 3 ആകുമ്പോൾ എന്ത് വരും, E2 വരെയാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, ആ ഒരു രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ J -1 എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ നിർത്താം, സ്റ്റോപ്പ് ചെയ്യാം. ബൈ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്ന ടേമിൻ്റെ നോം എടുക്കുക ഡിനോമിനേറ്ററിൽ. ഓക്കെ, അപ്പോൾ E2 എന്ന് പറയുമ്പോൾ ബൈ ഗ്രാം സ്മിത്ത് പ്രൊസീജിയർ ദി ഇക്വേഷൻ വിൽ ബി V2 മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് V2 E1 ഇൻറ്റു E1 ബൈ ഇറ്റ്സ് നോം. ന്യൂമറേറ്ററിൽ വന്നിരുന്ന നോമാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ V2 എന്ന് പറയുന്ന ടേം എക്സ് ആണ്. സോ നമ്മൾ ഈ V2 വന്നിടത്ത് എല്ലാം നമ്മൾ എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എക്സ് മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് E1 ഇൻറ്റു E1 ബൈ ഇറ്റ്സ് നോം, ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്ന ടേമിൻ്റെ നോം. ഇനി E1 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. E1 എന്ന് പറയുന്നത് എന്താ, 1/√2. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് E1, അതായത് എക്സ് 1/√2. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഇവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം അല്ലെങ്കിൽ ഇത് നമുക്ക് ഒത്തിരി ഇങ്ങനെ സ്റ്റെപ്സ് ഒരുപാടുണ്ടാവും. അപ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ടേം എക്സ് E1 എന്നുള്ളൊരു ടേം എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് E1 എന്ന് പറയുന്നത് എന്താ, 1/√2. ഇപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് 1/√2. ഇനി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് പി ക്യൂ ബൈ ഡെഫിനിഷൻ എന്താ, ഇൻ്റഗ്രൽ -1 to 1 P ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. അപ്പോൾ ഇവിടുത്തെ P എന്ന് പറയുന്നത്, അതായത് P ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എന്ത്, എക്സ്. ദെൻ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് 1/√2. ഓക്കെ, ഈ ഒരു ഫോമിലല്ല എടുക്കുന്നത്. അപ്പോൾ P ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സും ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/√2, അതായത് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്ന നമ്മൾ ആ പ്രോഡക്റ്റിനെ Pയും Q ആയിട്ടും കൺസിഡർ ചെയ്താൽ മതി. സോ എക്സ് ഇൻറ്റു 1/√2ൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ 1/√2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രലിന് ഔട്ട് സൈഡ് എടുക്കാം. ഇൻ്റഗ്രലിന് ഔട്ട് സൈഡ് എടുത്തു. ദെൻ ഇൻ്റഗ്രൽ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്ത് വരും, x²/2, അതായത് x⁻n ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x⁻n+1/n+1 ആണ്. അപ്പോൾ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇവിടെ പവർ 1 അല്ലേ, അപ്പോൾ 1+1/1+1 അതാണ് ഇവിടെ x²/2 വന്നേക്കുന്നത്. ദെൻ ടു ദി ലിമിറ്റ് -1 to 1. ആദ്യം എക്സിന് 1 കൊടുക്കുക, ദെൻ മൈനസ് എക്സിന് -1 കൊടുക്കുക. അപ്പോൾ 1/2 - 1/2 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 കിട്ടി. ഓക്കെ, ഇനി അപ്പോൾ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഈ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. E1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് ഈ ന്യൂമറേറ്ററിൽ ബാക്കിയുള്ള ഈ മൊത്തമായിട്ടുള്ള ന്യൂമറേറ്റർ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത്
എക്സ് മൈനസ് ഇന്ന പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഈവൺ ഇൻറ്റു ഈവൺ. അപ്പോൾ എക്സ് മൈനസ് ഇന്ന പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഈവൺ എന്ന് പറയുന്നത് 0 അല്ല. അപ്പോൾ 0 ഇൻറ്റു ഈവണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/√2. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് കിട്ടി. നമുക്ക് ഈ ന്യൂമറേറ്ററിൻ്റെ നോമും കൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എന്നാലേ നമുക്ക് E2 കംപ്ലീറ്റ് ആയുള്ളൂ. സോ ഇതിൻ്റെ നോം എന്ന് പറയുന്നത് എന്ത് വരും? ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നോം എന്താവും? നോം ഓഫ് എക്സിനോട് ഈക്വൽ ആവും. അപ്പോൾ നോം ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? റൂട്ട് ഓഫ് ഇന്ന പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ്, അതായത് നോം വി എന്ന് പറയുന്നതല്ലേ. നോം വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി വി, ഇന്ന പ്രൊഡക്റ്റ് ഓഫ് വി വി, അതാണ് ഇക്വേഷൻ. അപ്പോൾ വി ആയിട്ട് എന്തെടുത്താൽ മതി ഇവിടെ? എക്സ്. അപ്പോൾ നോം എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് ഓഫ് ഇന്ന പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് എന്ന് വരും. ഇനി അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിയും ക്യൂ ആയിട്ട് എന്ത് തന്നെ എടുക്കുക? എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ -1 to 1 പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്നുള്ളത് എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് എന്ന് വരും. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 3/3. ഈ ഇക്വേഷൻ സെയിം ഇക്വേഷൻ 2 + 1/2 + 1 ടു ദി ലിമിറ്റ് -1 to 1, ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ 1/3 മൈനസ് -1 റേസ് ടു 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? -1 വരും. ആ മൈനസും കൂടിയാണ് ഇവിടെ പ്ലസ് 1/3 ആയത്. അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 2/3 കിട്ടി. അപ്പോൾ നോം ഓഫ് എക്സിൻ്റെ, അതായത് ഇന്ന പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് 2/3. അത് എന്തിൽ കൊടുക്കുക? ഈ റൂട്ടിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് 2/3, കാരണം ഇവിടെ റൂട്ട് ഓഫ് ഇന്ന പ്രൊഡക്റ്റ് ഓഫ് എക്സ് എക്സ് എന്നാണ്. അപ്പോൾ റൂട്ട് ഓഫ് 2/3 എന്ന് വരും നോം എക്സിൻ്റെ വാല്യൂ. അതായത് എന്താ? ഈ നോമിൻ്റെ വാല്യൂ, നോം ഓഫ് എക്സ് മൈനസ് ഇന്ന പ്രൊഡക്റ്റ് ഓഫ് എക്സ് ഈവൺ ഇൻറ്റു ഈവണിൻ്റെ വാല്യൂ ആണ് റൂട്ട് ഓഫ് 2/3. സോ E2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ കിട്ടുക? ന്യൂമറേറ്റർ, അതായത് E2ൻ്റെ ന്യൂമറേറ്റർ എക്സും കിട്ടും, ഡിനോമിനേറ്റർ റൂട്ട് ഓഫ് 2/3. ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. ഈ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ നമുക്ക് എക്സ് എന്ന് കിട്ടി, ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2/3. സോ ദി വാല്യൂ ഓഫ് E2 ഈസ് റൂട്ട് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് 2/3. ഇതിനൊന്ന് ന്യൂമറേറ്ററിലോട്ട് എടുത്തതാണ്, റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ റൂട്ട് ഓഫ് 3/2 എക്സ് എന്ന് കിട്ടും E2ൻ്റെ വാല്യൂ. എന്നൊരു സിംപ്ലിഫൈഡ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ E2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3/2 എക്സ്. അപ്പോൾ നമ്മൾ ഓർത്തോണോമൽ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സിലെ 2 വെക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു, E1 കാൽക്കുലേറ്റ് ചെയ്തു, E2 കാൽക്കുലേറ്റ് ചെയ്തു. സിമിലർലി E3 കാൽക്കുലേറ്റ് ചെയ്യുക. സെയിം ഇക്വേഷനിൽ ജെയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 3 കൊടുത്താൽ മതി. ജെയുടെ സ്ഥാനത്ത് ആ ഗ്രാം സ്മിത്ത് പ്രൊസീജിയറിൽ ആ ഒരു മെത്തേഡിൽ ജെയുടെ സ്ഥാനത്ത് 3 കൊടുക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. J-1 ടേം വരെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകേണ്ടത്. J-1 എന്ന് പറയുമ്പോൾ J = 3 ആയതുകൊണ്ട് 3 - 1 എന്ന് പറയുമ്പോൾ 2, അത്രയും വരെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയത്. ആ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്ന ടേമിൻ്റെ നോമാണ് താഴെ എഴുതേണ്ടത്. ഇനി V3 എന്ന് പറയുന്നത് എന്താ? എക്സ് സ്ക്വയർ. E1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/√2, E2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3/2 എക്സ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്ന ഇതാണ് ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂസ് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് നോംസ് ഉണ്ട്, അതെല്ലാം ഒന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ, നോം ഓഫ് എക്സ് സ്ക്വയർ 1/√2 ആൻഡ് നോം ഓഫ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 3/2 എക്സ്. ഈ 2 ടേമും ആദ്യം എന്താണെന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇന്ന പ്രൊഡക്റ്റ് ഓഫ് നോമല്ല, ഇന്ന പ്രൊഡക്റ്റ് ഓഫ് എക്സ് സ്ക്വയർ 1/√2 എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് എന്തെടുക്കുക? എക്സ് സ്ക്വയർ ആയിട്ട് പി എടുക്കുക, ക്യൂ ആയിട്ട് 1/√2 എടുക്കുക. ദെൻ ഇൻ്റഗ്രൽ നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ, അതായത് എന്താ അത് ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലേ, ഇന്ന പ്രൊഡക്റ്റ് ഓഫ് പി ക്യൂ എന്നുള്ളത് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇൻ്റഗ്രൽ -1 to 1 പി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു 1/√2 dx. നേരത്തെ ചെയ്ത പോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യുക. 1/√2ന് ഔട്ട് സൈഡ് എടുക്കുക. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x³ 3, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 2/3 എന്ന് കിട്ടും. ഓക്കെ, ദെൻ സിമിലർലി ഇന്ന പ്രൊഡക്റ്റ് ഓഫ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 3/2 എക്സ് എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പി ആയിട്ട് എക്സ് സ്ക്വയർ എടുക്കുക, ക്യൂ ആയിട്ട് റൂട്ട് ഓഫ് 3/2 എക്സ് എടുക്കുക. ദെൻ ഇൻ്റഗ്രൽ -1 to 1 പി ഓഫ് എക്സ്, അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്നുള്ളത് റൂട്ട് ഓഫ് 3/2 എക്സ് എടുക്കുക. ഇപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആയിട്ട് റൂട്ട് ഓഫ് 3/2ന് ഇൻ്റഗ്രലിന് ഔട്ട് സൈഡ് എടുക്കുക. ദെൻ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് x³. സോ x³ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് x⁴/4 ടു ദി ലിമിറ്റ് -1 to 1. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് 0 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇന്ന പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √2/3 എന്ന് വരും. ഓക്കെ, ഇതിവിടെ √2/3 കിട്ടിയത്. ഈ 2ന് നമുക്ക് √2 × √2 എന്ന് കൊടുക്കാം. 2 എന്ന് പറയുന്നത് √2 × √2 ആണ്. അപ്പോൾ ഒരു റൂട്ടും ഇതും തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോഴാണ് ഇവിടെ √2/3 എന്ന് വരുന്നത്. ഓക്കെ,
ഇനി നമുക്ക് ഈ ന്യൂമറേറ്റർ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ന്യൂമറേറ്റർ എന്താ? എക്സ് സ്ക്വയർ മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് 1/√2 ഇൻറ്റു 1/√2 മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 3/2 എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 3/2 എക്സ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായി? 0 ആയില്ലേ. സോ ഈ മൊത്തം ഈ ടേം എന്താവും? 0 ആയിപ്പോൾ. അതുപോലെ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എക്സ് സ്ക്വയർ 1/√2 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2/3 ആണ്. അതുപോലെ തന്നെ പുറത്ത് 1/2 ഉണ്ട്. അത് തമ്മിൽ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 1/3 എന്ന് കിട്ടും. ഈ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 1/3 കിട്ടും. ഈ രണ്ട് വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആ ന്യൂമറേറ്ററിൻ്റെ നോമാണ് നമുക്ക് ഡിനോമിനേറ്ററിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നോം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തിൻ്റെ നോം കാൽക്കുലേറ്റ് ചെയ്താൽ മതി? ഈ ഒരു ടേമിൻ്റെ നോം കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. സോ ദ നോം ഓഫ് ദി ഡിനോമിനേറ്റർ വിൽ ബി ഈക്വൽ ടു നോം ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1/3. അപ്പോൾ നമ്മുടെ വെക്ടർ ആയിട്ട് എടുക്കാം. ഈ നോം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? നോം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വി ആയിട്ടാണ് നമ്മൾ ഇനി എന്തെടുക്കേണ്ടത്? എക്സ് സ്ക്വയർ മൈനസ് 3 എന്നുള്ളതാണ് വി ആയിട്ട് എടുക്കേണ്ടത്. അപ്പം നോം വി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി. ഓക്കെ, അപ്പോൾ ഇതും വി ആണ്, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വി. ഓക്കെ, ദെൻ ഇത് എന്തായിട്ട് എടുക്കുക? പി ആയിട്ട് എടുക്കുക, ഇതിനെ ക്യൂ ആയിട്ട് എടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ഡെഫിനിഷനിൽ കൊടുക്കുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റിൻ്റെ തന്നിരിക്കുന്ന ഡെഫിനിഷനിൽ കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ -1 to 1 പി ഓഫ് എക്സ്. അതെന്താ? എക്സ് സ്ക്വയർ മൈനസ് 1/3. ക്യൂ ഓഫ് എക്സ് എന്ത് തന്നെയാണ്? എക്സ് സ്ക്വയർ മൈനസ് 1/3. ഇത് തമ്മിൽ പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് x⁴ മൈനസ് 2/3 എക്സ് സ്ക്വയർ പ്ലസ് 1/9 എന്ന് വരും. ഇങ്ങനെ ഓരോന്ന് തമ്മിൽ a മൈനസ് ബി ഇൻറ്റു a മൈനസ് ബി, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ x⁴ അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തേക്കുന്നതാണ്. പിന്നെ ഓരോ ടേമിൻ്റെയും കൂടി എന്തെടുക്കുക? ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക. x⁴ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x⁵5/5. ഇവിടെ റൂട്ട് ഉണ്ട് കേട്ടോ. നോം എന്നാണ്, നോം സ്ക്വയർ അല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോം ആയതുകൊണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് ദി ഇന്നർ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ എടുക്കുന്നത്. ദെൻ x⁴ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x⁵5/5. 2/3 എന്നുള്ളത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആയിട്ട് തന്നെ എടുക്കുക. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ x⁵3/3. 1/9 ഇൻറ്റു 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ടു ദി ലിമിറ്റ് -1 to 1. ദെൻ ഈ എക്സിന് ആദ്യം തന്നെ 1 കൊടുക്കുക അപ്പർ ലിമിറ്റ്, മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ട് എക്സ് വന്നിടത്തെല്ലാം -1 കൊടുക്കുക. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്തേക്കുന്നതാണിത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ടേം എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഇത് മൈനസ് ഉള്ളിലോട്ട് എടുക്കുമ്പോൾ രണ്ട് പ്രാവശ്യം 1/5 വരും, 2 പ്രാവശ്യം 2/9 വരും, 2 പ്രാവശ്യം 1/9 വരും. അതാണ് ഇവിടെ കോമൺ ആയിട്ട് 2 ഇൻറ്റു 1/5 മൈനസ് 2/9 പ്ലസ് 1/9 എന്ന് കൊടുത്തേക്കുന്നത്. ഇനി മൈനസ് 2/9 പ്ലസ് 1/9 എന്ന് പറയുന്ന ഈ രണ്ട് ഫ്രാക്ഷൻസ്, ഇത് രണ്ടിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ അല്ലേ. അപ്പം ന്യൂമറേറ്ററുകൾ തമ്മിൽ ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ -2 + 1 എന്ന് പറയുമ്പോൾ -1 വരും. അതാണ് ഇവിടെ 1/5 മൈനസ് 1/9 എന്ന് കൊടുത്തത്. ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9 മൈനസ് 5 ബൈ 5 ഇൻറ്റു 9 45. 9 മൈനസ് 5 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 2 8. അപ്പോൾ റൂട്ട് ഓഫ് 8/45 എന്ന് വരും ആ ഡിനോമിനേറ്ററിലെ നോമിൻ്റെ വാല്യൂ. സോ E3 ക്യാൻ ബി റിട്ടൺ ആസ് E3 വിൽ ബി ഈക്വൽ ടു ന്യൂമറേറ്റർ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 1/3 കിട്ടി, ഡിനോമിനേറ്റർ റൂട്ട് ഓഫ് 8/45. ഇതിനൊന്ന് റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് 45/8 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1/3 എന്ന് വരും E3 എന്നുള്ള വെക്ടർ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? E1 കിട്ടി, E2 കിട്ടി, E3 കിട്ടി. ദിസ് ഈസ് ആൻ ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് വെക്ടർ ഓഫ് ലെങ്ത് 3 ഇൻ P2 ഓഫ് R. അപ്പോൾ P2 ഓഫ് Rൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആണ്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഓർത്തോനോമൽ ലിസ്റ്റിൻ്റെ ലെങ്ത്തും 3 ആണ്. സോ നമുക്ക് ഈ ഓർത്തോനോമൽ ലിസ്റ്റിനെ എന്തായിട്ട് മാറ്റാം? ഒരു ഓർത്തോനോമൽ ബേസിസ് ആയിട്ട് മാറ്റാം. ഫ്രം ദി റിസൾട്ട് എവരി ഓർത്തോനോമൽ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ എ വെക്ടർ സ്പേസ് V വിത്ത് ലെങ്ത് dimension V is an orthonormal basis of V. From this we can conclude the problem.